ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വിപണിയിൽ നമ്മൾ കാണുന്നത് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ US താരിഫ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അനിശ്ചിതത്വങ്ങൾ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റേഴ്സിനെ റിസ്കിയർ ആയിട്ടുള്ള ഈക്വിറ്റിയിലേക്ക് എൻട്രി എടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തോതിലുള്ള ഒരു കോഷൻ അവർ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് കൂടാതെ തന്നെ FY26 Q1 ഏർണിങ്സിൻ്റെ ആ ഒരു സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ TCSൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അത്തരം റിസൾട്ടുകൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു ജാഗ്രതയും പൊതുവെ നമ്മൾ മാർക്കറ്റിൽ കാണാൻ കഴിയും. മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് ഇൻഡെക്സുകളും മിഡ് ക്യാപ്പ് ഇൻഡെക്സുകളും ഒക്കെ റെഡിലാണ് ക്ലോസ് ചെയ്തതെന്ന് കാണാൻ കഴിയും. എന്നാൽ മൊത്തത്തിൽ ബ്രോഡ് മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ 50% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്യുകയും 46% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്മോൾ ക്യാപ്പ് മൈക്രോ ക്യാപ്പ് സെഗ്മെന്റിൽ നല്ല ബൈങ് നടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അപ്സൈഡ് ആണ് കാണാൻ കഴിയുക, 0.55% അപ്പാണ്. അതുപോലെ നിഫ്റ്റി മൈക്രോ ക്യാപ്പ് 250 നോക്കുകയാണെങ്കിൽ അവിടെ 0.49% അപ്പായതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ അഥവാ AMFI പുറത്തുവിട്ട ജൂൺ മാസത്തിലെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ അത് വളരെ പ്രോമിസിംഗ് ആണെന്ന് കാണാൻ കഴിയും. ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഒഴുക്ക് കഴിഞ്ഞ മെയ് മാസത്തെ ഇൻഫ്ലോയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ 24% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഫണ്ട് കാറ്റഗറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മന്ത് ഓൺ മന്തിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ ലാർജ് ക്യാപ്പിൽ 35% ഇമ്പ്രൂവ് ഉണ്ടായിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ 34% ഇമ്പ്രൂവ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലും മന്ത് ഓൺ മന്തിൽ 25% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് കൂടാതെ സിപ്പ് കോൺട്രിബ്യൂഷൻ വലിയ തോതിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 61.91 ലക്ഷം പുതിയ സിപ്പ് ജൂണിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആ ഒരു സെഗ്മെന്റിലുള്ള സിപ്പ് അക്കൗണ്ടുകളുടെ എണ്ണം 8.64 കോടിയായിട്ട് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഈ മാസത്തെ ആ ഒരു സിപ്പ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് ഒരു റെക്കോർഡ് ഹൈ ആയിട്ടാണ് കാണാൻ കഴിയുക. 27,268 കോടിയുടെ ഓവറോൾ സിപ്പ് വാല്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുക. ഇതുകൂടാതെ മൊത്തം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ ആ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അഥവാ AUM അത് 3% ഉയർന്നതായിട്ടും കാണാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ഇതുവഴി മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി കടന്നിരിക്കുകയാണ്. ജൂൺ മാസത്തിന് മുമ്പുള്ള മെയ് മാസം ഉണ്ടായിരുന്ന AUM 71.93 ലക്ഷം കോടിയാണെങ്കിൽ ജൂൺ മാസത്തിൽ അത് കാണുന്നത് 74.14 ലക്ഷം കോടിയായിട്ടാണ്. അവിടെയാണ് ഒരു 3% ഇംപ്രൂവ് മൊത്തത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് ഒഴുകുന്ന ആ ഒരു പണത്തിന്റെ AUM സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ വൻതോതിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നമ്മുടെ മാർക്കറ്റിൽ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരുടെ ആ ഒരു ബൈങ് ശേഷി ഗണ്യമായിട്ട് വർദ്ധിക്കുന്നതായിട്ടാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുക. ഇത് നമ്മൾ വിവിധ റിസർച്ച് ഫേമുകൾ വരാൻ പോകുന്ന ഈ Q1 റിസൾട്ടിൽ പല സ്റ്റോക്കുകളുടെയും പ്രോഫിറ്റ് എത്രമാത്രം ഉയരുമെന്നത് മുൻകൂറായിട്ട് പ്രവചിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില സ്റ്റോക്കുകൾ നമുക്കിവിടെ പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ ഇയർ ഓൺ ഇയറിൽ അതിൻ്റെ പ്രോഫിറ്റ് ഇരട്ടിയാകാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലൊന്ന് കാണുന്നത് പാരദീപ് ഫോസ്ഫേറ്റ്സ് ആണ്. 2571% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ ഉണ്ടാകും എന്നാണ് പ്രവചിക്കുന്നത്. ഇപ്പോൾ 42% ഒരു റവന്യൂ ഗ്രോത്തും 30% ഒരു സെയിൽസ് വോളിയം ഗ്രോത്തും ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫിഗറിലെത്താൻ ഈ സ്റ്റോക്കിൽ സാധ്യത ഉണ്ടെന്നാണ് റിസർച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിനുള്ള കാരണമായിട്ട് പറയുന്നത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അഥവാ DAP എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റിന്റെ ഷോർട്ടേജ് അത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു വോളിയം ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് HPCL ആണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. 1336% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് പ്രോഫിറ്റിൽ ഉണ്ടാകുക എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റിഫൈനിങ് മാർജിൻ ഇംപ്രൂവ് ആയതും അപ്പോൾ ഇവരുടെ ഒരു EBITDA മാർജിൻ അത് 49% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വർദ്ധിക്കുമെന്നും ഇയർ ഓൺ ഇയറിൽ 4.1 മൾട്ടിപ്പിൾ വർദ്ധിക്കുമെന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്പെക്കുലേഷൻ റിസർച്ച് ഫേമുകൾ പറയുന്നത്. അപ്പോൾ റിഫൈനിങ് മാർജിൻ ഇംപ്രൂവ് ആകാനുള്ള സാധ്യതയും ഇതിന്റെ ആ ഒരു പ്രോഫിറ്റ് ഗ്രോത്തിന് കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് വർധന ഉണ്ടാകാൻ സാധ്യത ഉള്ളത് മാംഗ്ലൂർ റിഫൈനറി പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. 838% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഗ്രോത്ത് ആണ് ഉണ്ടാവുക എന്നാണ് പ്രവചിക്കുന്നത്. പക്ഷേ ഈ സ്റ്റോക്കിലൊരു കൺസേൺ ഉള്ളത് ഇതിന്റെ വാല്യുവേഷൻസ് ആണ്. ഇപ്പോൾ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള മാക്രോ എൻവയറമെന്റിൽ ഈ ഒരു ഹൈ വാല്യുവേഷൻ ഈ സ്റ്റോക്കിൽ ഒരു പ്രശ്നമാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ MRPL വളരെ കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു സ്റ്റോക്ക് സെയിലാണ്. സെയിൽ 375% ഒരു ഇയർ ഓൺ ഇയർ ജമ്പ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഉണ്ടാവുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു EBITDA 41% ഇയർ ഓൺ ഇയർ ഗ്രോത്തും അതുപോലെ 49% ക്വാർട്ടർ ഓൺ ക്വാർട്ടറുമാണ് പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ ഈ കോൾ മേഖലയിലുള്ള പ്രൈസ് ഡിക്ലൈൻ ആയതും അതേപോലെ തന്നെ സ്റ്റീൽ പ്രൈസ് ഇമ്പ്രൂവ് ആയത്, ഇത് രണ്ടും ഇതിന് അനുകൂലമായി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സെയിലിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവും എന്നാണ് റിസർച്ചുകൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്ന IOCL ആണ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. 276% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ആണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ BPCLും HPCLും പോലെ ഇതിൻ്റെ ഒരു മാർജിനിലൊരു ഡിക്ലൈൻ ഉണ്ടാവുമെങ്കിലും അത് അതിന് മുമ്പത്തെ പ്രീവിയസ് ക്വാർട്ടറിലുള്ള സ്ട്രോങ് ഗെയിനിനെ ബാലൻസ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ സ്റ്റോക്കും നമുക്ക് ഈ രീതിയിൽ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ട് കാണാവുന്നതാണ്. മറ്റൊന്ന് BPCL ആണ്. BPCLിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 150% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എബിറ്റയിൽ 111% ഇയർ ഓൺ ഇയർ ഗ്രോത്തും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 53% ഗ്രോത്തുമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റിഫൈനിങ് മാർജിൻ ഇമ്പ്രൂവ് ആയതും അതുപോലെ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റിൽ നല്ല മുന്നേറ്റം ഉണ്ടായതും ഈ സ്റ്റോക്കിൽ പോസിറ്റീവായിട്ടാണ് വരുന്നതെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ കൂടാതെ മറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് ലോറസ് ലാബ്സിൻ്റെ ഒരു സാധ്യതയാണ്. അത് 875% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഫോർമുലേഷൻ സെയിൽസിൽ 42% ഇയർ ഓൺ ഇയർ സെയിൽസ് ഉണ്ടായിട്ടുണ്ടെന്നും അതേപോലെ നോൺ ARV ഫോർമുലേഷൻസിൽ 25% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇയർ ഓൺ ഇയർ 28% ഒരു ഗ്രോത്ത് ലോറസ് ലാബ് കാണിക്കുമെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഒരു 11% ഡിക്ലൈൻ ഉണ്ടാകുമെന്നും അവിടെ പറയപ്പെടുന്നുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഈ രീതിയിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ഡോക്ടർ അഗർവാൾ ഹെൽത്ത് ആണ്. 496% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് അതുപോലെ മറ്റ് കോംപ്ലക്സ് സർജറി മേഖലകളിലുള്ള ഇവരുടെ ആ ഒരു മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സെയിൽസ് ഗ്രോത്ത് 21% ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വോളിയം ഇൻക്രീസ് ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ഉയരുമെന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ ഗ്രോത്ത് 20% വർധനവും അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 5% വർധനവുമാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ തന്നെയുള്ള മറ്റൊരു സ്റ്റോക്കായിട്ട് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സ്റ്റോക്കിൽ 219% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2.3 മൾട്ടിപ്പിൾസിൻ്റെ റവന്യൂ ജമ്പും അതുപോലെ 3.5 മൾട്ടിപ്പിൾസ് എബിറ്റ ജമ്പുമാണ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഗ്രോസ് മാർജിനും 20 ബേസിസ് പോയിന്റിൻ്റെ ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഇതേപോലെ നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നത് VRL ലോജിസ്റ്റിക്സിലാണ്. അവിടെ 299% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഗ്രോത്ത് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റവന്യൂവിൽ 2% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏറ്റവും അവസാനമായിട്ട് മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് JSW സ്റ്റീലാണ്. ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് 132% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ ബെറ്റർ ആവറേജ് സെല്ലിംഗ് പ്രൈസ് ഉണ്ടായതാണ് ഈ ഒരു JSW സ്റ്റീലിലെ ഒരു പ്രോഫിറ്റ് ഗ്രോത്തിന് കാരണമാകുക എന്നാണ് റിസർച്ച് ഫേമുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓവറോൾ മാർക്കറ്റ്സിൻ്റെ ഒരു ഏർണിങ്സ് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ അതും ഇവിടെ പ്രവചിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലാണ് 42% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ടെലികോം സെഗ്മെൻറ്റ് ലോസിൽ നിന്നും പ്രോഫിറ്റിലേക്ക് പോകുമെന്നും അതുപോലെ ടെക്നോളജി ഏകദേശം 7% അപ്സൈഡ് ഉണ്ടാകുമെന്നും അതുപോലെ NBFC ലെൻഡിങ് മേഖലയിലുള്ള സ്റ്റോക്കുകളിൽ 8% ഒരു ഓവറോൾ ഗ്രോത്ത് ഉണ്ടാകുമെന്നും അതുപോലെ PSU ബാങ്ക്സിൽ 5% അപ്സൈഡ് ഉണ്ടാകുമെന്നും അതുപോലെ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ 11% ഒരു പ്രോഫിറ്റ് ജമ്പ് ഉണ്ടാകുമെന്നാണ് ഓവറോൾ ആവറേജ് മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രവചിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോഴും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഓട്ടോമൊബൈൽ സെഗ്മെന്റ് ആണ്. അവിടെ 10% ഏർണിങ്സ് ഡൗൺ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മെറ്റൽസിൽ ഒരു 4% ഡൗൺ ഉണ്ടാകുമെന്നും പ്രൈവറ്റ് ബാങ്കിലും ഒരു 3% ഡൗൺ ആകുമെന്നുമാണ് പ്രവചിക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.